അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളൊക്കെ കഴിഞ്ഞ വർഷം 2ാം ക്ലാസ്സിൽ നല്ല മിടുക്കന്മാരായി പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്ത് ഇപ്പോൾ 2ാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി 3ാം ക്ലാസ്സിലും എല്ലാ വിഷയങ്ങളും നല്ല രൂപത്തിൽ തന്നെ പഠിക്കാനും പരീക്ഷകളിൽ നല്ല മാർക്കോടുകൂടെ വിജയിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ ലിസാനുൽ ഖുർആനിന്റെ 1ാമത്തെ പാഠം വളരെ വിശദമായി നമുക്ക് പഠിക്കാം. 1ാമത്തെ പാഠം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദുആഉ, ഒരു പ്രാരംഭ പ്രാർത്ഥന ഇവിടെ തന്നിട്ടുണ്ട്. ഈ ദുആ ഒരിക്കലും വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കാനുള്ള ഒരു ദുആ അല്ല, കേവലം ഒരു പ്രാരംഭ പ്രാർത്ഥനയായി തന്നിട്ടുള്ളതാണ്. എന്താണ് ദുആ? അദ്ഉക യാ റബ്ബി യാ ആലിമൽ ഗൈബി യസ്സിർ വസിദ് ഇൽമി ബിൽ ഫഹ്മി വൽ അദബി വർഹം അബി ഉമ്മി വഹ്ഫദ്ഹുമാ റബ്ബി വഫിഖ് ലി ഉസ്താദി തൈസീറ അബ്വാബി യാ റബ്ബി ജമ്മിൽനി ബിലിസാനിയൽ അറബി അർജൂക യാ റബ്ബി തഖ്വാക ഫീ ഖൽബി. ഇത് ഒരു പ്രാരംഭ പ്രാർത്ഥനയാണ്. വിദ്യാർത്ഥികൾ ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അദ്ദർസുൽ അവ്വലു, 1ാമത്തെ പാഠം. നമുക്കൊക്കെ അറിയാം, ലിസാനുൽ ഖുർആന് അറബി ഭാഷ പഠിപ്പിച്ചു തരുന്ന കിതാബാണ്. അറബിയുടെ ഗ്രാമർ നമ്മെ പഠിപ്പിക്കുന്ന കിതാബാണ് ലിസാനുൽ ഖുർആൻ. ഇവിടെ അദ്ദർസുൽ അവ്വലു, 1ാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? ഹാദാ ഖലമി. ഹാദാ ഖലമി. ഈ ഹാദാ ഖലമി എന്നൊക്കെ വിദ്യാർത്ഥികൾ കാണുമ്പോൾ 2ാം ക്ലാസ്സിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുപോകണം. നിങ്ങളുടെ ചിന്തയെ നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ച വിഷയങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ ഈ 1ാമത്തെ പാഠം 4 പേജ് ഉണ്ട്. ഈ 1ാമത്തെ പാഠം 4 പേജ് ഉണ്ട്. പക്ഷെ ഈ 4 പേജ് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ 1ാമത്തെ പാഠത്തിൽ പറഞ്ഞത് മുഴുവനും നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. 1ാമത്തെ ഈ പാഠത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും 2ാം ക്ലാസ്സിൽ പഠിച്ചത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ ചിന്തയെ, മനസ്സിനെ ഒരിക്കൽ കൂടെ 2ാം ക്ലാസ്സിലേക്ക് ഒന്ന് പിറകോട്ട് കൊണ്ടുപോകണമെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ എന്താണ് നമ്മുടെ ഹെഡിങ്? ഹാദാ ഖലമി. എന്തായിരിക്കും അതിന്റെ അർത്ഥം? വിദ്യാർത്ഥികളൊന്ന് ഓർത്തു പറഞ്ഞ്. ഹാദാ എന്ന് പറഞ്ഞാൽ ഇത്, ഖലമി എന്റെ പേനയാകുന്നു. നമ്മൾ 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ പാഠഭാഗങ്ങളിൽ 1 മുതൽ അനദാരിസുൻ എന്നുള്ള 1ാമത്തെ പാഠം മുതൽ ഇതുപോലെ പല പ്രയോഗങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 2ാം ക്ലാസ്സിൽ പഠിച്ച പ്രയോഗങ്ങളാണ് ഇവിടെ 1ാമത്തെ പാഠത്തിൽ വന്നിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരു പ്രയോഗമായിരുന്നു ഹാദാ. ഹാദാ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? ഇത്. ഇനി താഴെ കണ്ടോ, അന. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അന എന്നുള്ളതിന്റെ അർത്ഥം? ഞാൻ. അൻതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെൺകുട്ടിയോടാണെങ്കിൽ നീ എന്നുള്ള അർത്ഥം. ഒരു പെൺകുട്ടിയോട് പറയുകയാണെങ്കിൽ അൻതി എന്നാണ് നമ്മൾ പറയുക. അതുപോലെ അൻത, ആൺകുട്ടിയോടാണെങ്കിൽ നീ എന്ന് ഉള്ള അർത്ഥത്തിന് നമ്മൾ അറബിയിൽ അൻത എന്നാണ് പറയുക. അതുപോലെ ഫി. ഫി എന്ന് പറഞ്ഞാൽ ഇൽ. നമ്മൾ പോക്കറ്റിൽ ഇൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഫി. അതുപോലെ ഹാദാ ഹാദിഹി, രണ്ടും തമ്മിലുള്ള വ്യത്യാസം 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഹാദാ ഹാദിഹി എന്തായിരുന്നു വ്യത്യാസം? ഹാദാ എന്നുള്ളത് പുല്ലിംഗത്തിനെ സൂചിപ്പിക്കുന്നു, ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ അല എന്നുള്ളത് മുകളിൽ എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയാണ്. അതുപോലെ മൻ എന്നുള്ളത് ആര്. മൻ എന്ന് പറഞ്ഞാൽ ആര്. ആ മൻ എന്നുള്ളതും നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മാ ദാലിക, ദാലിക തിൽക എന്നുള്ള പ്രയോഗം പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ മാ വരുമ്പോൾ അത് ചോദ്യമാകും. അതൊക്കെ നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഐന, എവിടെ. ഐന, എവിടെ എന്നുള്ള പ്രയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 1 മുതൽ 10 വരെ എണ്ണാനും 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇവിടെ തന്നിട്ടുള്ള അന, അൻത, അൻതി, ഹാദാ, ഹാദിഹി,
ഫി, അല, ദാലിക, തിൽക, മ, മൻ, ഐന, അബി, ഖലമി, ഇതെല്ലാം നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിന്റെ ഒരു ആവർത്തനമാണ് 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലുള്ള ഈ 1ാമത്തെ പാഠമെന്ന് വിദ്യാർത്ഥികൾ ആമുഖമായി മനസ്സിലാക്കുക. ഈ 4 പേജ് കാണുമ്പോൾ വിദ്യാർത്ഥികൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചവരാണ്. ഇനി നമുക്ക് ഓരോ ഉദാഹരണങ്ങളിലേക്ക് പോകാം. എന്താണ് പാഠത്തിന്റെ ഹെഡിങ്? ഹാദാ ഖലമി, ഇത് എന്റെ പേനയാകുന്നു. ഇനി താഴെ കണ്ട ഒരു സംഭാഷണം പോലെയാണ്. അനദാരിസുൻ, അനദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാകുന്നു. അന എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഞാൻ. അനദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാകുന്നു. ഇനി പറയാണ് അൻതി ഉഖ്തി, ഇവളോട് പറയാണ് അൻതി ഉഖ്തി, നീ എന്റെ സഹോദരിയാണ്. അപ്പൊ ഒരു പെൺകുട്ടിയോടുള്ള സംസാരമാണെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത്? അൻതി എന്നാണ്. ഇനി ഇവള് പറയാണ് അനദാരിസത്തുൻ, ഞാൻ വിദ്യാർത്ഥിനിയാണ്. അനദാരിസത്തുൻ, നേരത്തെ ഇവിടെ ആൺകുട്ടി അനദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞു. ഇവിടെ പെൺകുട്ടി പറയുമ്പോൾ അനദാരിസത്തുൻ, അതെന്താണ് വ്യത്യാസം എന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ ആൺ ആകുമ്പോ ദാരിസുൻ എന്നും പെണ്ണാകുമ്പോ ദാരിസത്തുൻ എന്നുള്ള വ്യത്യാസമാണ് വരുന്നത്. ഇനി ഇവള് ഇവനോട് പറയാണ് അൻത അഖി, നീ എന്റെ സഹോദരനാണ്. അപ്പോൾ ഒരു പുരുഷനിലേക്ക് സൂചിപ്പിച്ചിട്ടാണെങ്കിൽ അൻത എന്നുള്ള പ്രയോഗമാണ് വരിക. ചുരുക്കത്തിൽ അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അൻത, അൻതി രണ്ടിന്റെയും അർത്ഥം നീ എന്ന് തന്നെയാണ്. പക്ഷേ ആൺകുട്ടികളോട് പറയുകയാണെങ്കിൽ അൻത എന്നും, പെൺകുട്ടികളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അൻതി എന്നുമാണ് വ്യത്യാസം. ഇനി അടുത്തത് ഹാദ, ഹാദ എന്ന് പറഞ്ഞാൽ ഇത്. ഹാദ കലമീ, കലമുൻ എന്നുള്ളതിന്റെ കൂടെ ഈ ആയി ചേർത്ത് കൊടുത്ത് കലമീ എന്ന് പറയുമ്പോൾ എന്റെ എന്നർത്ഥം കിട്ടും. ഹാദ കലമീ, ഇത് എന്റെ പേനയാകുന്നു. അല്ലെങ്കിൽ ഹാദ കിതാബി, ഇത് എന്റെ കിതാബാകുന്നു. ഹാദ എന്നുള്ളതിന്റെ അർത്ഥം ഇത് എന്നാണ്. ഇനി അടുത്തത് അൽ ഖലമു ഫിൽ ജൈബി, അൽ കലമു പേനയാകുന്നത് ഫിൽ ജൈബി പോക്കറ്റിലാകുന്നു. അവിടെ ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള പ്രയോഗം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഹാദിഹി ഹിറത്തുൻ, ഹാദ ഹാദിഹി രണ്ടിന്റെയും അർത്ഥം ഇത് എന്ന് തന്നെയാണ്. നേരത്തെ നമ്മൾ ഹാദ കലമി, ഇത് പേനയാകുന്നു എന്നുള്ളതിന് ഹാദ എന്നാണ് ഉപയോഗിച്ചത്. കാരണം എന്താണ്? കലമുൻ എന്നുള്ളത് പുല്ലിംഗമാണ്. പക്ഷെ ഇവിടെ ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചക്കുട്ടിയാകുന്നു. അപ്പൊ ഹിറത്ത് എന്നുള്ളത് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ സ്ത്രീലിംഗം മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴി അവസാനത്തിൽ ഹാത്ത ഉള്ള വാക്കുകൾ സ്ത്രീലിംഗമായിരിക്കും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹാദിഹി ഹിറത്തുൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഹിറത്തുൻ എന്നുള്ള വാക്ക് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. ഹാദ എന്നുള്ളതിന്റെയും ഹാദിഹി എന്നുള്ളതിന്റെയും രണ്ടിന്റെയും അർത്ഥം ഇത് എന്ന് തന്നെയാണ്. പുല്ലിംഗത്തിനെ സൂചിപ്പിക്കുമ്പോൾ ഹാദ എന്നും സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുമ്പോൾ ഹാദിഹി എന്നുമാണ് നമ്മൾ ഉപയോഗിക്കുക. അൽ ഹിറത്തു അല ഷജറ, ഈ ഹിറത്ത് എവിടെയാണുള്ളത്? പൂച്ച എവിടെയാണുള്ളത്? അല ഷജറ, മരത്തിന്റെ മുകളിലാണ്. അപ്പോൾ അല എന്നുള്ള പ്രയോഗം അതിന്റെ അർത്ഥം എന്താണ്? മുകളിൽ എന്നുള്ള അർത്ഥമാണ്. നേരത്തെ നമ്മൾ ഫി എന്ന് പഠിച്ചു, അത് ഇൽ, ഉള്ളിൽ എന്നുള്ള അർത്ഥമാണ്. അല എന്നുള്ളതിന്റെ അർത്ഥം മുകളിൽ എന്നുള്ള അർത്ഥമാണ്. ഇതെല്ലാം നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മൻ, മൻ എന്നുള്ള പ്രയോഗം അതിന്റെ അർത്ഥം എന്താണ്? ആര്. മൻ ഹാദ, എന്താണ് അർത്ഥം വരിക? മൻ ഹാദ, ആരാണിത്. മൻ ഹാദിഹി, ആരാണിത്. രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ആൺകുട്ടിയെ സൂചിപ്പിക്കാനുള്ള ചോദ്യമാണെങ്കിൽ മൻ ഹാദ, ആരാണിത്. ഇനി ഒരു പെൺകുട്ടി മുമ്പിലുണ്ട്, അപ്പൊ ഇത് ആരാണ് എന്ന് ചോദിക്കണമെങ്കിൽ മൻ ഹാദിഹി, ആ രൂപത്തിൽ മാറും. ഇനി അടുത്തത് ഹാദ അബി, ഇത് എന്റെ ഉപ്പയാകുന്നു. ഹാദിഹി ഉമ്മി, ഇത് എന്റെ ഉമ്മയാകുന്നു. അപ്പൊ ഉപ്പ പുല്ലിംഗമായതുകൊണ്ടാണ് ഹാദ എന്നുള്ള പ്രയോഗം വന്നത്. ഉമ്മ സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഹാദിഹി എന്നുള്ള പ്രയോഗം വന്നത്. ഇനി അടുത്തത് മാ ദാലിക, ദാലിക എന്ന് പറഞ്ഞാൽ ഈ ഹാദയുടെ ഓപ്പോസിറ്റ് ആണ്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നായിരുന്നു, ദാലിക എന്ന് പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം. അപ്പോൾ മാ ദാലിക, മാ തുടക്കത്തിൽ വരുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആകും, ചോദ്യമാകും. മാ ദാലിക, അതെന്താകുന്നു. കണ്ടോ, അതെന്താകുന്നു. പൂവൻ കോഴിയെ ചൂണ്ടിയിട്ട് ചോദിക്കാണ് അതെന്താകുന്നു. അതിന്റെ ഉത്തരം എന്താണ് വരിക? ദാലിക ദീകുൻ, അത് പൂവൻ കോഴിയാകുന്നു. അപ്പോൾ ദാലിക്കയും അതുപോലെ ശേഷം പറയുന്ന തിൽക്കയും രണ്ടിന്റെയും അർത്ഥം അത് എന്ന് തന്നെയാണ്. അവിടെയും പുല്ലിംഗത്തിനെ സൂചിപ്പിക്കുന്നത് ദാലിക എന്നും സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നത് തിൽക്ക എന്നുമാകുന്നു. ഇനി രണ്ടാമത്തത് മാ തിൽക്ക, അതെന്താകുന്നു.
പിടക്കോഴിയെ ചൂണ്ടിയിട്ട് ചോദിക്കാണ് മാ തിൽക്ക, അത് എന്താകുന്നു? അതിന്റെ ഉത്തരം എന്താണ് വരിക? തിൽക്ക ദജാജത്തുൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ഉത്തരം തുടങ്ങേണ്ടത്. ഇവിടെ മാ ദാലിക, എന്താണത്? അപ്പോ ആ ദാലിക എന്നുള്ളത് കൊണ്ടാണ് ഉത്തരം തുടങ്ങേണ്ടത്. ദാലിക ദീകുൻ. മാ തിൽക്ക, എന്താണത്? തിൽക്ക ദജാജത്തുൻ, അത് പിടക്കോഴിയാണ്. അപ്പോൾ ദാലിക എന്നുള്ളതിന്റെയും തിൽക്ക എന്നുള്ളതിന്റെയും അർത്ഥം അത് എന്ന് തന്നെയാണ്. എന്താണ് വ്യത്യാസം? ദാലിക എന്നുള്ളത് പുല്ലിംഗത്തിനെ സൂചിപ്പിക്കുന്നു, തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്തത് ഐനൽ ഹഖീബത്തു. ഐന എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എവിടെ എന്നുള്ളതാണ്. ഇവിടെ കണ്ടോ, മേശയുടെ മുകളിൽ ബാഗ് ഉണ്ട്. അപ്പൊ ചോദിക്കാണ് ഐനൽ ഹഖീബത്തു, ബാഗ് എവിടെയാണ്? ബാഗ് എവിടെയാണ്? അതിന്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ഉത്തരം തുടങ്ങേണ്ടത്. അൽ ഹഖീബത്തു, അൽ ഹഖീബത്തു, ബാഗ് എവിടെയാണുള്ളത്? അല ത്വാവില. കണ്ടോ, മേശയുടെ മുകളിലാണ്, മുകളിലാണ്. അപ്പോൾ മുകളിൽ എന്നുള്ള അർത്ഥത്തിന് അല എന്നുള്ള പ്രയോഗമാണ്. അല ത്വാവിലത്തി, അൽ ഹഖീബത്തു അല ത്വാവിലത്തി. ഇനി രണ്ടാമത്തെ ചോദ്യം, ഐനൽ കിതാബു, എവിടെയാണ് കിതാബ് ഉള്ളത്? എവിടെയാണ് കിതാബ് ഉള്ളത്? ബാഗിലല്ലേ, ബാഗിന്റെ ഉള്ളിലല്ലേ കിതാബ് ഉള്ളത്? അപ്പൊ ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിന് ഫി എന്നുള്ള പ്രയോഗമാണ്. അൽ കിതാബു ഫിൽ ഹഖീബത്തി, അൽ കിതാബു ഫിൽ ഹഖീബത്തി, കിതാബ് എവിടെയാണുള്ളത്? ഫിൽ ഹഖീബത്തി, ബാഗിലാണുള്ളത്. ഈ രൂപത്തിൽ ഐന എന്നുള്ളതിന്റെ അർത്ഥം എവിടെ എന്നുള്ള പ്രയോഗവും അതുപോലെ അല ഫി എന്നുള്ളതിന്റെ പ്രയോഗവും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് 1 മുതൽ 10 വരെ എങ്ങനെയാണ് അറബിയിൽ എണ്ണുക, അതും നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ആവർത്തനമാണ്. ഉദാഹരണങ്ങൾ, ഇൻദി ജവ്വാലുൻ വാഹിദുൻ. കണ്ടോ, വാഹിദ് എന്ന് പറഞ്ഞാൽ 1. ഇൻദി, എന്റെ അടുക്കലുണ്ട്. ജവ്വാലുൻ വാഹിദുൻ, ഒരു മൊബൈലുണ്ട്. രണ്ടാമത്തത് ഇൻദി ഖലമാനി ഇസ്നാനി. ഇസ്നാനി എന്ന് പറഞ്ഞാൽ 2. എന്റെ അടുക്കൽ 2 പേനകളുണ്ട്. അടുത്തത് ഇൻദി സലാസത്തു കുതുബിൻ. സലാസ എന്ന് പറഞ്ഞാൽ 3. എന്റെ അടുക്കൽ 3 പുസ്തകങ്ങളുണ്ട്. വലി അർബഅത്തു അസ്ദിഖാ. എനിക്ക് 4 കൂട്ടുകാരുണ്ട്. അർബഅ എന്ന് പറഞ്ഞാൽ 4. ഫീ മദ്റസതി ഖംസത്തു അസാതിദ. എന്റെ മദ്രസയിൽ 5 ഉസ്താദുമാരുണ്ട്. ഖംസ എന്ന് പറഞ്ഞാൽ 5. ഇൻദി സിത്തത്തു അഖ്ലാമിൻ. എന്റെ അടുക്കൽ 6 പേനകളുണ്ട്. സിത്ത എന്ന് പറഞ്ഞാൽ 6. ഫീ സഫി. എന്റെ ക്ലാസ്സിലുണ്ട്. സബ്അത്തു ഔലാദിൻ. 7 ആൺകുട്ടികളുണ്ട്. സബ്അ എന്ന് പറഞ്ഞാൽ 7. ഫീഹി സമാനിയത്തു കറാസിൻ. എന്റെ ക്ലാസ്സിൽ 8 കസേരകളുണ്ട്. അപ്പൊ സമാനിയ എന്ന് പറഞ്ഞാൽ 8. വലി മദ്റസതി തിസ്അത്തു അബ്വാബിൻ. എന്റെ മദ്രസക്ക് 9 വാതിലുകളുണ്ട്. തിസ്അ എന്ന് പറഞ്ഞാൽ 9. വലഹ അശറത്തു ശബാബിക. എന്റെ മദ്രസക്ക് 10 ജനാലകളുണ്ട്. അപ്പോൾ ഇവിടെ വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ അശറ, 1 മുതൽ എങ്ങനെയാണ് 10 വരെ അറബിയിൽ നമ്മൾ എണ്ണുക എന്നുള്ള 2ാം ക്ലാസ്സിൽ പഠിച്ച അതേ ആവർത്തനമാണ് ഇവിടെ വീണ്ടും നൽകിയിട്ടുള്ളത്. അടുത്തത് നഖറഉ. അന, അൻത, അൻതി, ഹാദ, ഹാദിഹി, ഫി, അല, ദാലിക, തിൽക, മ, മൻ, ഐന, അബി, ഖലമി. ഈ പ്രയോഗങ്ങളൊക്കെയാണ് ഇവിടെ വീണ്ടും നൽകിയിട്ടുള്ളത്. ഇത് മുഴുവനും 2ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അന എന്ന് പറഞ്ഞാൽ ഞാൻ, അൻത, അൻതി, രണ്ടിന്റെയും അർത്ഥം നീ എന്നാണ്. അൻത എന്നുള്ളത് പുല്ലിംഗത്തിന് ഉപയോഗിക്കുന്നു, അൻതി എന്നുള്ളത് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നു. ഹാദ, ഹാദിഹി, രണ്ടിന്റെയും അർത്ഥം ഇത് എന്നാണ്. ഹാദ എന്നുള്ളത് പുല്ലിംഗത്തിന് ഉപയോഗിക്കുന്നു, ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നു. ഫി എന്ന് പറഞ്ഞാൽ ഇൽ, ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അല എന്ന് പറഞ്ഞാൽ മുകളിൽ എന്ന അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ദാലികയും തിൽക്കയും രണ്ടിന്റെയും അർത്ഥം അത് എന്നാണ്. ദാലിക എന്നുള്ളത് പുല്ലിംഗത്തിനും തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗത്തിനും ഉപയോഗിക്കുന്നു. നേരത്തെ നമ്മൾ ഇതിന്റെയൊക്കെ ഉദാഹരണങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മാ എന്ന് പറഞ്ഞാൽ എന്ത്, മാ എന്ന് പറഞ്ഞാൽ എന്ത്. മൻ എന്ന് പറഞ്ഞാൽ ആര്. ഐന എന്ന് പറഞ്ഞാൽ എവിടെ. പിന്നെ അബി, അബി, അബുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ. അതിലേക്ക് യായ് ചേർത്ത് കൊടുക്കുമ്പോ എന്റെ ഉപ്പ. അബി, എന്റെ ഉപ്പ. അതുപോലെ കലമീ, എന്റെ പേന. ഈ പ്രയോഗങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത്.
ഇനി നുകമ്മിലു ബിൽ മുനാസിബി കമാഫിൽ മിസാലി. താഴെ കുറച്ച് ഉദാഹരണങ്ങളുണ്ട്, ബ്രാക്കറ്റിൽ അതിന്റെ ഉത്തരങ്ങളുമുണ്ട്. ശരിയായത് നമ്മൾ ഇവിടെ തന്ന ഉദാഹരണം പോലെ താഴെയുള്ളത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഹാദിഹി ബഖറത്തുൻ. ഹാദിഹി ബക്കറത്തുൻ, അത് ഡാഷ് ബക്കറത്തുൻ എന്നാണ്. ബക്കറ എന്ന് പറയുമ്പോൾ പശുവാണ്. കണ്ടോ, ആ വേർഡ് തന്നെ അതിന്റെ അവസാനത്തിൽ എന്തുണ്ട്? മുഅന്നസിന്റെ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ഹാത്ത ഉണ്ട്. അങ്ങനെ വരുന്ന വാക്കുകൾ അത് സ്ത്രീലിംഗമാണ് എന്ന് വിദ്യാർത്ഥികൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഹാദ ഹാദിഹി ബ്രാക്കറ്റിൽ രണ്ടും കൊടുത്തിട്ടുണ്ട്. ഏതാണ് വേണ്ടത്? ബക്കറത്തുൻ, പശു എന്നുള്ളത് സ്ത്രീലിംഗമാണ്, അതിനോട് യോജിച്ചത് ഹാദിഹി, ഹാദിഹി ബക്കറത്തുൻ. അതുപോലെ താഴെയുള്ളത് ശരിയാക്കി പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഡാഷ് സദീഖി, സദീഖ് കൂട്ടുകാരൻ. അതിലേക്ക് നമ്മൾ യാ ചേർത്ത് കൊടുത്തിട്ട് സദീഖി എന്റെ കൂട്ടുകാരൻ. അപ്പോൾ ഇത് എന്റെ കൂട്ടുകാരനാകുന്നു. അപ്പൊ കൂട്ടുകാരൻ എന്നുള്ളത് പുല്ലിംഗമാണ്, അതിനോട് യോജിച്ചത് ഏതാണ്? ഹാദ എന്നുള്ളതാണ്. ഹാദ സദീഖി, ഇത് എന്റെ കൂട്ടുകാരനാകുന്നു. ഇനി രണ്ടാമത്തത് ഡാഷ് ദജാജത്തുൻ, അത് പിടക്കോഴിയാണ്. അപ്പൊ പിടക്കോഴി മുഅന്നസ് അല്ലേ. ഇനി ദജാജത്തുൻ അതിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അതിന്റെ അവസാനത്തിൽ എന്തുണ്ട്? ഹാത ഉണ്ട്. ഹാത ഉള്ള വാക്ക് മുഅന്നസ് ആയിരിക്കും. അപ്പോൾ മുഅന്നസിനെ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ്? തിൽക, തിൽക ദജാജത്തുൻ, തിൽക എന്ന് അവിടെ എഴുതി കൊടുക്കണം. ഇനി മൂന്നാമത്തത് ഡാഷ് ദാരിസത്തുൻ, ദാരിസത്തുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനി. അപ്പോൾ നീ വിദ്യാർത്ഥിനിയാകുന്നു, പെൺകുട്ടിയോടാണ്. അപ്പോൾ ഏതാണ് അവിടേക്ക് വരുന്നത്? അൻതി, അൻത എന്നുള്ളത് പുരുഷന്മാരെ സൂചിപ്പിക്കുന്നതല്ലേ. അപ്പോൾ അൻതി ദാരിസത്തുൻ, അൻതി എന്നുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി നാലാമത്തത് ഡാഷ് ദാരിസുൻ, ദാരിസുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയാകുന്നു. അപ്പൊ ഞാൻ വിദ്യാർത്ഥിയാകുന്നു. ഞാൻ എന്നുള്ളതിന് നമ്മൾ എന്താണ് പഠിച്ചത്? അന, അന ദാരിസുൻ, അന എന്നുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇതുപോലെ കൃത്യമായി അത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി നസിലു യ വനക്തുബു കമാഫിൽ മിസാലി, ഈ ഉദാഹരണങ്ങളുടെ കൂടെ യാ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്, എന്റെ എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു മോഡലായിട്ട് ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഹാദ അബുൻ, ഹാദ അബുൻ, ഇത് ഉപ്പയാകുന്നു. ഇനി അതിനെ എന്താക്കി മാറ്റണം? ഇത് എന്റെ ഉപ്പയാകുന്നു എന്നാക്കണം. അപ്പോൾ അബുൻ എന്നുള്ളതിലേക്ക് യാ ചേർത്ത് കൊടുത്താൽ മതി. ഹാദ അബി, ഇത് എന്റെ ഉപ്പയാകുന്നു. അതേപോലെ ബാക്കിയുള്ള ഉദാഹരണങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഹാദിഹി ഉമ്മുൻ, ഇത് ഉമ്മയാകുന്നു. ഇനി ഇത് എന്റെ ഉമ്മയാകുന്നു എന്നർത്ഥം കിട്ടണം. അപ്പോൾ ഉമ്മുൻ എന്നുള്ളതിലേക്ക് യായി ചേർത്ത് കൊടുക്കുക. ഹാദിഹി ഉമ്മി, അപ്പൊ ഉമ്മ സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഹാദിഹി പറഞ്ഞത്. ഹാദിഹി ഉമ്മി എന്ന് ഇവിടെ എഴുതി കൊടുക്കണം. ഇനി അടുത്തത് ദാലിക കിതാബുൻ, അത് പുസ്തകമാകുന്നു. ഇനിയോ അത് എങ്ങനെ കിട്ടണം? അത് എന്റെ പുസ്തകമാകുന്നു എന്നർത്ഥം കിട്ടണം. അപ്പോൾ കിതാബുൻ എന്നതിന്റെ കൂടെ യായി ചേർത്ത് കൊടുക്കുക. ദാലിക കിതാബി, അത് എന്റെ കിതാബാകുന്നു. ഇനി നാലാമത്തത് തിൽക ഹിറത്തുൻ, തിൽക ഹിറത്തുൻ, അത് പൂച്ചയാകുന്നു. ഇനി അത് എന്റെ പൂച്ചയാകുന്നു എന്നുള്ളതിന് ഹിറത്തുൻ എന്നുള്ളതിന്റെ കൂടെ യായി ചേർത്ത് കൊടുക്കുക. തിൽക ഹിറത്തി എന്ന് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് ഹിയ ഉഖ്തുൻ, അവൾ സഹോദരിയാണ്. ഇനി അവൾ എന്റെ സഹോദരിയാണ് എന്ന് കിട്ടണം. അപ്പോൾ ഉഖ്തുൻ എന്നുള്ളതിന്റെ കൂടെ യായി ചേർത്ത് കൊടുക്കുക. ഹിയ ഉഖ്തി, അവൾ എന്റെ സഹോദരിയാകുന്നു. ആറാമത്തത് ഹുവ സദീഖുൻ, അവൻ കൂട്ടുകാരനാണ്. ഇനി അവൻ എന്റെ കൂട്ടുകാരനാണ് എന്ന് കിട്ടണമെങ്കിൽ സദീഖുൻ എന്നുള്ളതിന്റെ കൂടെ യാ ചേർത്ത് കൊടുത്ത് ഹുവ സദീഖി, അവൻ എന്റെ കൂട്ടുകാരനാകുന്നു. ഈ രൂപത്തിൽ യാ ചേർത്ത് കൊടുത്ത് ഇത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നഉദ്ദുൽ അഷിയാഅ വനക്തുബുഹാ ബിൽ അർഖാമി വബിൽ ഹുറൂഫി കമാ ഫിൽ മിസാലി. ഇവിടെ നമ്മൾ നേരത്തെ 1 മുതൽ 10 വരെ എങ്ങനെയാണ് അറബിയിൽ എണ്ണുക, എങ്ങനെയാണ് എഴുതുക എന്നൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ആക്ടിവിറ്റിയാണ് തന്നിട്ടുള്ളത്. ഇവിടെ അൽ അഷിയാഉ, അഷിയാ എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ. ഇവിടെ പല എണ്ണത്തിലുള്ള വസ്തുക്കൾ തന്നിട്ടുണ്ട്. അതിന്റെ നമ്പറും അത് ഹർഫിലും എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. അൽ അഷിയാഉ എന്നുള്ള കോളത്തിൽ 3 പേനകൾ നമുക്ക് കാണാൻ പറ്റും. 3 എന്ന് എങ്ങനെയാണ് അറബിയിൽ എഴുതുക? വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, അത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് 3ന് പറയുക? സലാസ, സലാസ എന്ന ഹർഫിൽ ഇവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് രണ്ടാമത്തെ കോളത്തിൽ 8 വെണ്ടക്കകൾ കാണുന്നുണ്ട്. 8ന് നമ്മൾ അറബിയിൽ എങ്ങനെയാണ് 8 എന്ന് എഴുതുക? ഇതുപോലെയാണ് 8 എന്ന് എഴുതേണ്ടത്. 8ന് നമ്മൾ എന്താണ് അറബിയിൽ പറയുക? സമാനിയ.
ഇനി അടുത്തത് മൂന്നാമത്തെ കോളത്തിൽ അണ്ണാനാണ്. എത്ര അണ്ണാനുണ്ട്? 4 സിഞ്ചാബുകളുണ്ട്, 4 അണ്ണാനുകളുണ്ട്. അപ്പൊ 4 എന്ന് അക്കത്തിൽ ഇവിടെ അറബിയിൽ എഴുതി കൊടുക്കുക. 4-ന് എന്താണ് നമ്മൾ പറയുക? അർബഅത്തുൻ, അർബഅ. അപ്പൊ അർബഅ എന്ന് ഹർഫിൽ ഇവിടെ മൂന്നാമത്തെ കോളത്തിൽ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് 9 മാങ്ങകളുണ്ട്. മാങ്ങക്ക് നമ്മൾ മാഞ്ച എന്നാണ് പറയാ. അപ്പൊ 9 മാങ്ങകളുണ്ട്. അപ്പൊ 9 എന്ന് ഇവിടെ അറബിയിൽ അക്കത്തിൽ എഴുതി കൊടുക്കണം. 9-ന് നമ്മൾ എന്താണ് അറബിയിൽ പറയുക? തിസ്അ, തിസ്അ എന്ന് ഇവിടെ ഹർഫിൽ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി 10 പെൻസിലുകളുണ്ട്. 10 എന്നുള്ളത് അറബിയിൽ അക്കത്തിൽ എഴുതുക. പിന്നെ അഷറ, അഷറ എന്നാണ് 10-ന് നമ്മൾ അറബിയിൽ പറയുക. അഷറ എന്ന ഹർഫിൽ ഇവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ വാഹിദ് മുതൽ അഷറ വരെ നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് അക്കത്തിൽ എഴുതാനും ഹർഫിൽ എഴുതാനും അതുപോലെ പറയാനും നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി അടുത്തത് നസ്അലു ബിൽ മുനാസിബി, യോജിച്ചത് കൊടുത്ത് ചോദ്യം ഉണ്ടാക്കാനാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചോദ്യ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. മാ, ഐന, മൻ, ഇതൊക്കെ ചോദ്യ വാക്കുകളാണ്. അതിനനുസരിച്ചുള്ള സ്യൂട്ടായിട്ടുള്ള യോജിച്ചത് എടുത്ത് ചോദ്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഡാഷ് അൽ ഹിറത്തു. ഹിറത്ത് എന്നുള്ളതിന്റെ അർത്ഥം എന്തായിരുന്നു? പൂച്ച, അല്ലെ? പൂച്ച എവിടെ എന്നാ കിട്ടേണ്ടത്. എവിടെ എന്നുള്ളതിന് എന്താണ്? ഐന. അപ്പൊ ഐനൽ ഹിറത്തു, ഐന എന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ഡാഷ് ഹാദ. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്. അപ്പോ ഇത് ആരാകുന്നു? ആര് എന്നുള്ളതിന് ഏതാണ് വാക്ക്? മൻ. മൻ ഹാദ, മൻ ഹാദ, മൻ ഹാദ എന്ന് പറഞ്ഞാൽ ആരാകുന്നു ഇത്. അപ്പൊ മൻ എന്നുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തത് ഡാഷ് ദാലിക. ദാലിക എന്ന് പറഞ്ഞാൽ അത്. എന്താണ് ചോദ്യം കിട്ടേണ്ടത്? അത് എന്താകുന്നു, എന്താകുന്നു എന്നുള്ളതിന് അല്ലെങ്കിൽ എന്ത് എന്നുള്ളതിന് അറബിയിൽ മാ എന്നാണ് പറയുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാ ദാലിക, മാ ദാലിക, മാ എന്നുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതണം. ഇനി നാലാമത്തത് ഡാഷ് ഹാദിഹി. ഡാഷ് ഹാദിഹി. ഹാദിഹി എന്നുള്ളതിന്റെയും അർത്ഥം ഇത് എന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊരു പെൺകുട്ടിയെ ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മൻ, മൻ ഹാദിഹി, ആരാണിത്? മൻ ഹാദിഹി, മൻ എന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതണം. ഇതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇനി നഖറഉ മിനൽ ഖുർആനി വനുലാഹിദുൽ കലിമാത്തിൽ മുലവ്വന വഅന മിനൽ മുസ്ലിമീൻ. കണ്ടോ, നമ്മൾ പഠിച്ച അന. അതുപോലെ അൻതൽ അലീമുൽ ഹകീം. അൻത നമ്മൾ പഠിച്ചിട്ടുണ്ട്, നീ എന്നുള്ള അർത്ഥത്തിന്. ഹാദാ ബയാനുൽ ലിന്നാസ്. ഹാദാ എന്നുള്ള പ്രയോഗം വന്നു. ഐന ശുറകാഉകും. ഐന ഇവിടെ വന്നു. വലാ തഖറബ ഹാദിഹി ഷജറ. കണ്ടോ, ഈ മരത്തിലേക്ക് അടുക്കരുത്. അപ്പൊ ഹാദിഹി, ഹാദിഹി. അവിടെ ഷജറത്ത് എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട്, സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഹാദിഹി വന്നത്. ഹാദിഹി. വഅലൈഹ വഅലൽ ഫുൽകി. അല, അല എന്നുള്ള പ്രയോഗം അവിടെ വന്നു. മൻ ദല്ലദീ യശ്ഫഉ. മൻ, മൻ എന്നുള്ള പ്രയോഗം വന്നു. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. ദാലിക എന്നുള്ള പ്രയോഗം ഇവിടെ വന്നു. അൽ ഖാരിഅതു മൽ ഖാരിഅ. മൽ, മൽ. അപ്പം മാ എന്നുള്ള എന്ത് എന്നുള്ള അർത്ഥത്തിന്റെ മാ എന്നുള്ളത് ഇവിടെ വന്നു. വമാ അദ്റാക മൽ ഖാരിഅ. അവിടെയും മാ എന്നുള്ള പ്രയോഗം വന്നു. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച അന, അൻത, ഹാദ, ഐന, ഹാദിഹി, അല, മൻ, ദാലിക, മാ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഈ ആയത്തുകളിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഇതുപോലെ കോപ്പി എഴുതി പരിശീലിക്കുകയാണ് വേണ്ടത്. ഹയ്യ നൻസഖ് അൽ കലിമാത്ത്. ഇവിടെ കണ്ടോ, ഐന, മൻ, തിൽക, ദാലിക, ഹാദിഹി, ഖലമി, അല. അത് താഴെ നമ്മൾ എഴുതി പരിശീലിക്കുകയാണ് വേണ്ടത്. ഇതാണ് 3-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠം. ഒന്നാമത്തെ പാഠം ഒരിക്കൽ കൂടെ പറയുന്നു. 2-ാം ക്ലാസ്സിൽ ലിസാനുൽ ഖുർആനിൽ മുഴുവനായി പഠിച്ചതിൻ്റെ ഒരു ആവർത്തനം മാത്രമാണ് ഇവിടെ 3-ാം ക്ലാസ്സിലുള്ള ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠം എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇനിയും ഈ പാഠത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും കമന്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ലിസാനിലെ മുഴുവൻ പാഠങ്ങളും അതുപോലെ മറ്റുള്ള വിഷയങ്ങളിലെ പാഠങ്ങളുമൊക്കെ നമുക്ക് ഈ ചാനലിലൂടെ വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാം. അതിനുള്ള അവസരമുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ആ അവസരത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.